നിങ്ങൾ 3 പേരുള്ള സൗഹൃദത്തെക്കുറിച്ച് കാട്ടിൽ സംസാരമുണ്ട്. നിങ്ങൾ 3 പേരും എങ്ങനെ സൗഹൃദത്തിലായെന്ന് പറയൂ സിംഹരാജൻ. അത് വളരെ നീണ്ട ഒരു കഥയാണ്. ഒരു ദിവസം സഫുതാര വനത്തിൽ ഞാനും എൻ്റെ അച്ഛനും കൂടി ചെന്നായ്ക്കളുടെ മുമ്പിൽ നിന്നും ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. സിംഹരാജൻ, ആ ചെന്നായ്ക്കൾ ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ എത്തും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മോൻ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം. ഇല്ല അച്ഛാ, ഞാൻ അങ്ങയെ ഒറ്റയ്ക്കിട്ടിട്ട് എവിടേക്കും പോവില്ല. മോനെ, നമ്മളിൽ ഒരാൾ ജീവിച്ചിരിക്കുക എന്നത് വളരെ പ്രധാനമായ കാര്യമാണ്. എനിക്കെന്തായാലും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. നീ ഓടി രക്ഷപ്പെടും മോനെ. ഇല്ല അച്ഛാ, അങ്ങയെ എവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഓടി രക്ഷപ്പെടില്ല. അപ്പോഴേക്കും കുറച്ച് ചെന്നായ്ക്കൾ അവരുടെ പുറകെ കൂടും. ഇനി രക്ഷപ്പെടാൻ എങ്ങോട്ട് പോവും നിങ്ങൾ? ഞാൻ പറഞ്ഞതല്ലേ, ഒരു ദിവസം ഞാൻ നിന്നെ കൊല്ലുമെന്ന്. എന്നെ കൊല്ലണമെങ്കിൽ കൊന്നോ, പക്ഷേ എൻ്റെ മോനെ നീ വെറുതെ വിടണം. അച്ഛൻ ഇവരോട് അപേക്ഷിക്കരുത്. നമ്മൾ സിംഹങ്ങളാണ്. സിംഹങ്ങൾ മരിക്കുമ്പോൾ സിംഹങ്ങളായി തന്നെ മരിക്കണം. ഇത്രയ്ക്ക് അഹങ്കാരോ? നിങ്ങളുടെ അഹങ്കാരമൊക്കെ ഞാൻ ഇപ്പം തീർത്തു തരാം. കല്ലു, അവൻ്റെ അച്ഛനെ ആദ്യം അങ്ങ് കൊന്നേക്ക്. എൻ്റെ അച്ഛന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിൽ ഒരുത്തരെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. കൊള്ളാം വിക്രം സിംഗ്. അവൻ്റെ ധൈര്യം കണ്ടാൽ തന്നെ അറിയാം അവൻ്റെ ശരീരത്തിലൂടെ നിന്റെ രക്തമാ ഓടുന്നതെന്ന്. പക്ഷേ ഇനി തീർന്നില്ലേ. ഇന്ന് ഞങ്ങൾ നിന്നെ കണ്ടം തുണ്ടമാക്കി കീറിക്കളയും. ചെന്നായ്ക്കൾ ആക്രമിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ ഒരു ഭീമനായ കുരങ്ങൻ അവന്റെ മകനെയും കൊണ്ടവിടെ വരും. കൂട്ടരെ, ഇത് നമ്മുടെ രാജാവാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം ഇവരെ കൊല്ലാൻ അനുവദിക്കില്ല. എന്നാ ശരി, ആദ്യം നിന്നെ അങ്ങ് തീർത്ത് കളയാം, എന്നിട്ട് ഇവരെ കൊല്ലാം. എന്താ കൂട്ടരെ? അതെ അതെ. ചെന്നായ്ക്കൾ അവരെ കൊല്ലാനായി മുമ്പോട്ട് വരുമ്പോ കുരങ്ങൻ മകന്റെ അടുത്ത് പറയും, ചുന്നു, സിംഹരാജന്റെ മകനുമായിട്ട് ഇവിടെ നിന്ന് പോവൂ. ഞാനും സിംഹരാജൻ ഇവിടെ നിന്നോളാം. അങ്ങനെ ആവട്ടെ അച്ഛാ. വരൂ സിംഹരാജൻ. കുരങ്ങനും സിംഹവും കൂടെ ചെന്നായനെ ആക്രമിക്കാൻ തുടങ്ങും. ചെന്നായ്ക്കളാണെങ്കിൽ നല്ല ആരോഗ്യമുള്ളവരാ. കുറച്ച് കഴിയുമ്പോ ചെന്നായ്ക്കൾ കുരങ്ങനെയും വിക്രം സിംഹത്തിനെയും കൊല്ലും. അവിടെ ചുന്നു സിംഹത്തിനെയും കൊണ്ട് ഒരു മലയുടെ അടുത്തെത്തും. ഈ സ്ഥലം സുരക്ഷിതമാണോ? അല്ല. ചെന്നായ്ക്കൾ ഇവിടെയും വരുമോ? ഇവിടെ ചെന്നായ്ക്കളെക്കാളും കൂടുതൽ പരുന്തുകളാ ഉള്ളത്. ഇത് ആക്രമണകാരിയായ പരുന്തുകളുടെ ഏരിയ. ദുഷ്ടന്മാരായ പരുന്ത് അവിടെ പറന്നങ്ങ് എത്തും. ഷേർ സിംഹത്തിനെയും ചുന്നുവിനെ അങ്ങ് വട്ടമിടും അവര്. എന്റെ ദൈവമേ, ഇത് ഭയങ്കരമായ പരുന്തുകളാണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, ഇവര് നല്ല ആക്രമണകാരികളാ. അവരെല്ലാവരും കൂടി നമ്മളെ കൊത്തി തിന്നും. സിംഹവും ചുന്നുവും പേടിച്ച് വിറച്ചു നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും പരുന്ത് വന്ന് പറയും, കൊള്ളാം, ഇന്ന് ഒരുമിച്ച് 2 ഇരകളെ കിട്ടിയിരിക്കുകയാണ്. അല്ല, ഇത് അവരല്ലേ? ഇവരുടെ അച്ഛനല്ലേ ചെന്നായ്ക്കൾ കൊന്നത്? അവര് മരിച്ചു വീഴുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. എന്ത്? അപ്പം പിന്നെ ഇവർ മരിച്ചു വീഴുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണേണ്ടി വരും. കൂട്ടരെ, ഇവരെ ആക്രമിക്ക. പരുന്തുകൾ അവരെ ആക്രമിക്കാൻ ചെല്ലുമ്പോ ചമേലി ആട് അപ്പോഴേക്കും വായില് തീപ്പന്തവുമായിട്ട് വരും. ഉണക്കപ്പുല്ലിൽ തീ കത്തിക്കുകയും ചെയ്യും. അയ്യോ, ഈ തീ ആരിട്ടതാണ്? ജീവൻ വേണേ വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടോ. തീയെ പിടിച്ച് പരുന്തുകളെല്ലാം പറന്നു പോകും. അപ്പൊ ചമേലി വന്ന് പറയും, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതെ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, നീ ആരാണ് സുഹൃത്തെ? എന്റെ പേര് ചമേലി എന്നാണ്. നന്ദിയുണ്ട് ചമേലി. നീ കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ പരുന്തുകളുടെ ഇരയായി മാറിയേനെ. അല്ല, നിനക്ക് പെട്ടെന്ന് ഈ മരത്തടി എവിടെ നിന്ന് കിട്ടി? എന്റെ വീട്ടിന്നാ. വാ, ഞാൻ എന്റെ വീട് കാണിച്ചു തരാം. ഇതാണ് എന്റെ വീട്. ഞാനിവിടെ താമസിക്കണേ. പക്ഷേ ഇത് ആക്രമണകാരികളായ പരുന്തുകളുടെ ഏരിയ അല്ലേ? അതെ, ഈ ദുഷ്ടപരുന്തുകൾ തന്നെ എന്റെ അച്ഛനും അമ്മയും കൊന്നത്. എന്നിട്ട് ഞാനിവിടെ താമസിക്കും. എല്ലാ ആൾക്കാരും രക്ഷപ്പെടുത്തും പരുന്തിൽ നിന്നും. പക്ഷേ നിനക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും പേടിയില്ലേ? ഇവിടെ വളരെ അപകടകരമാണ്. നമുക്ക് എല്ലായിടവും ഭയാനകം തന്നെയല്ലേ? അല്ല, നമ്മൾ എവിടെ പോവാനാ? ഇപ്പൊ നമ്മൾ 3 പേരും അനാഥരായി. നമുക്കെന്നെ ഒരുമിച്ച് ജീവിച്ചുകൂടെ? അതെ, ഇന്നു മുതൽ നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്. നമ്മൾ 3 പേരും കൂടി ചേർന്ന് പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവാ. ഇതാണ് ഞങ്ങളുടെ സൗഹൃദത്തിന്റെ കഥ. ഓ, നിങ്ങൾ 3 പേരും കുട്ടിക്കാലം തൊട്ട് സുഹൃത്തുക്കളാണല്ലേ? ഇതറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. രാജാവായി മാറിയിട്ടും അങ്ങേക്ക് അഹങ്കാരമൊന്നും വന്നില്ല. ഇത് വളരെ നല്ലൊരു കാര്യമാണ്.
അതുകൊണ്ടല്ലേ ഞങ്ങളും 3 പേരും ഒന്നായി ജീവിക്കുന്നത്. ഞങ്ങൾ വളരെ ഭാഗ്യശാലികളാ. നിങ്ങളെപ്പോലുള്ള രക്ഷകരുണ്ടാവുമ്പോൾ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാട്ടിലെ എല്ലാവർക്കും സിംഹരാജാവിനെ ഭയങ്കര ഇഷ്ടമാണ്. രാത്രി സമയം 3 കൂട്ടുകാരും സംസാരിക്കുകയായിരുന്നു. കാട്ടിലെ എല്ലാ മൃഗങ്ങളും സിംഹരാജനെ ഒരുപാട് ആദരിക്കുന്നുണ്ടല്ലേ? ഇതെല്ലാം നിങ്ങൾ രണ്ടുപേരും കാരണമാണ്. അന്ന് നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇവിടെ ഞാനുണ്ടാവില്ലായിരുന്നു. ദൈവം കാക്കട്ടെ, നമ്മുടെ ഈ സൗഹൃദം ഒരിക്കലും പിരിയാതിരിക്കട്ടെ. അങ്ങനെ ഒരു ദിവസം കരടി, മാൻ വെള്ളം കുടിക്കാനായിട്ട് തപ്പി നടക്കുകയായിരുന്നു. അപ്പോഴേക്കും അവരൊരു വെള്ളം നിറഞ്ഞ തടാകം കാണും. നിങ്ങളത് കണ്ടോ? വെള്ളം കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നു അല്ലേ? അതെ, ഇത്തവണ മഴ വളരെ കുറവായതുകൊണ്ട് കാട്ടിലെ ജലാശയങ്ങളെല്ലാം വറ്റി വരണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഒരുപാട് ദൂരം നടന്ന് ഈ പ്രദേശത്തേക്ക് വരാൻ തയ്യാറായത്. അതൊക്കെ ശരിയാ, പക്ഷെ ഞാൻ കേട്ടേക്കുന്നത് ഈ ഒരു സ്ഥലം ഭയങ്കര ഭയാനകമാണെന്നാണ്. അതെ, അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ വെള്ളം കുടിച്ച് ഇവിടെ നിന്ന് വേഗം പോവാം. 3 പേരും വെള്ളം കുടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഒരു ചെന്നായയുടെയും പരുന്തിന്റെ ശബ്ദം കേൾക്കും. ആ, ഞങ്ങളെ രക്ഷിക്കണേ. ആ, ഞങ്ങളെ രക്ഷിക്കണേ സഹോദരാ. 3 പേരും അവരുടെ അടുത്തേക്ക് വരും. അല്ല, ഇത് ചെന്നായും പരുന്തും അല്ലേ? ഇവരെ ആരാ ഇങ്ങനെ പരിക്കേൽപ്പിച്ചത്? ഇത് ദുഷ്ടമൃഗങ്ങളാണല്ലോ. പാവപ്പെട്ട മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നവരാ ഇവര്. ബായോ, നമുക്ക് ഇവിടുന്ന് പോവാം. നമ്മൾ എന്തായാലും ഇവരെ സഹായിക്കേണ്ടതാണ്. ഇവർക്കാകെ പരിക്ക് പറ്റിയിരിക്കുകയാണ്. അതെ, ഇവര് ദുഷ്ടന്മാരാ. ഇവരെ ഒന്നും സഹായിക്കാൻ പോവല്ലേ. സിംഹരാജൻ പറഞ്ഞതൊക്കെ നീ മറന്നുപോയോ? പരിക്ക് പറ്റി കിടക്കുന്നത് ശത്രുജീവിയാണെങ്കിൽ പോലും നമ്മൾ അവരെയും സഹായിക്കണമെന്നുള്ള കാര്യം. വരൂ, നമുക്ക് ഈ 2 പേരെയും സിംഹരാജന്റെ മുമ്പിലേക്ക് കൊണ്ടുപോവാം. ശരി. 3 പേരും കൂടെ ചേർന്ന് പരിക്കേറ്റ ചെന്നായനെയും പരുന്തിനെയും രാജാവിന്റെ അടുത്തേക്ക് എത്തിക്കും. രാജാവ് നീണാൽ വാഴട്ടെ. പറയൂ മാനെ, ഇവര് രണ്ടുപേരും ആരാണ്? നിങ്ങൾ എന്തിനാ ഇവരെ എവിടേക്ക് കൊണ്ടുവന്നത്? മഹാരാജൻ, ഇവരെ ഞാനാ ഇവിടെ കൊണ്ടുവന്നത്. ഇവർ നമ്മുടെ കാടിന്റെ പുറത്ത് പരിക്ക് പറ്റി കിടക്കുകയായിരുന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ. ഇവര് സമ്മതിച്ചില്ല. രാജാവ് പറഞ്ഞിട്ടുണ്ട് അപകടത്തിലിരിക്കുന്നവരാരാണേലും രക്ഷപ്പെടുത്തണമെന്ന്. ബാലു പറഞ്ഞത് ശരിയാ. ചീറ്റച്ചെല്ല്, പച്ചമരുന്നുണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേ. നമുക്കിവരുടെ പരിക്ക് ചികിത്സിച്ച് ഭേദമാക്കാം. എന്താ ഈ ചെയ്യാൻ പോകുന്നത് സിംഹരാജൻ? അങ്ങ് ഇവരെ സഹായിക്കാൻ പോവുകയാണോ? അതെ. നീ മറന്നുപോയോ? ഇവരല്ലേ നമ്മുടെ മാതാപിതാക്കളെ കൊന്നവര്. സുഹൃത്തുക്കളെ, ഇവരാ ചെന്നായല്ല. നമ്മുടെ മാതാപിതാക്കളെ കൊന്നത് വേറെ ചെന്നായ. പക്ഷേ ഇവരും ചെന്നായല്ലേ? ചുന്നു പറയണത് ശരിയാ രാജാവേ. ഈ പരന്തൻ ചെന്നായ നമ്മുടെ ശത്രുക്കൾ തന്നെയാണ്. ഇവരാണ് നമ്മളെ അനാഥരാക്കിയത്. ഇവരെ ഒരിക്കലും നമ്മൾ സഹായിക്കാൻ പാടില്ല. ഇവരെ ഇവിടെ വെച്ച് തന്നെ കൊല്ലണം. വേണ്ട, ഒരു രാജാവായതുകൊണ്ട് തന്നെ മുറിവേറ്റ ഇവരെ 2 പേരെയും സഹായിക്കേണ്ടത് എന്റെ കടമയാണ്. അങ്ങ് തെറ്റ് ചെയ്യുകയാണ് സിംഹരാജൻ. ഇവർക്ക് 2 പേർക്കും ജീവിച്ചിരിക്കാനുള്ള ഒരു അർഹതയുമില്ല. ഇക്കാര്യം പറഞ്ഞ് സിംഹരാജാവ്, കുരങ്ങൻ, ആടും തമ്മിൽ വഴക്കാവും. അവസാനം സിംഹരാജാവിന് ദേഷ്യം വന്നിട്ട് പറയും, നിങ്ങൾ 2 പേരും നിങ്ങളുടെ വായടയ്ക്ക്. എനിക്കിവരുടെ ജീവൻ രക്ഷിച്ചേ മതിയാവൂ. അങ്ങനെയാണെങ്കിൽ ഇനി ഞാനും ചുന്നും നിങ്ങളുടെ കൂടെ ഇല്ല. ചുന്നു വാ, നമുക്ക് പോവാം. എന്ത്, ഇത്ര ചെറിയൊരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ എന്റെ സൗഹൃദം ഉപേക്ഷിക്കുന്നു? ഞങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുന്ന ഒരു സുഹൃത്തിനെ ഞങ്ങളുടെ സുഹൃത്തായിരിക്കാൻ ഒരിക്കലും പറ്റില്ല. ചമേലി ആടും ചുന്നു കുരങ്ങനും അവിടെ നിന്ന് പോകും. ഞാൻ പറയുന്നത് കേൾക്ക് ചമേലി. ചുന്നു നിൽക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. സിംഹരാജാവ് പറയുന്നതൊന്നും കേൾക്കാതെ തന്നെ 2 പേരും അവിടെ നിന്ന് പോകും. മഹാരാജൻ, അവരങ്ങയുടെ ബാല്യകാല സുഹൃത്തുക്കളല്ലേ? അവരെ ചെന്ന് തടയൂ. വിഷമിക്കാതിരിക്കൂ സുഹൃത്തെ. അധിക നേരമൊന്നും അവർക്ക് എന്നോട് ദേഷ്യപ്പെട്ട് നിൽക്കാൻ കഴിയില്ല. നീ പോയി ഔഷധ സസ്യം കൊണ്ടുപോവാ. ശരി മഹാരാജൻ. ചീത്ത പച്ചമരുന്നുകൾ എടുക്കാനായിട്ട് പോകും. അങ്ങനെ ആടും കുരങ്ങനും ഏതോ ഒരു സ്ഥലത്ത് പോയി ഒരു ചെറിയ വീടുണ്ടാക്കി താമസിക്കാൻ തുടങ്ങും. സിംഹരാജാവ് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല നമ്മുടെ ബാല്യകാല സുഹൃത്ത് നമ്മുടെ ശത്രുക്കളുമായി കൈകോർക്കുമെന്ന്. ചുന്നു, ഇനി അദ്ദേഹം നമ്മുടെ കൂട്ടുകാരനല്ല. അതെ, ഇന്നു മുതൽ നമ്മൾ അവന്റെ പേര് പോലും പറയില്ല. നമ്മൾ അവനെ ഓർക്കുക പോലും ഇല്ല. എത്രയോ നാളുകൾ തൊട്ടുള്ള കൂട്ടുകാര് തമ്മിൽ ഒരു ചെറിയ കാര്യത്തിന് വഴക്കായി. അങ്ങനെ ചെന്നായും പരുന്തിന്റെയും ആരോഗ്യം വീണ്ടു കിട്ടും. സിംഹരാജൻ, അങ്ങ് നല്ല സമയത്താ ഞങ്ങളെ രക്ഷിച്ചത്. അതുകൊണ്ട് ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടു. അങ്ങയുടെ ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. സിംഹരാജാവിന് നന്ദി പറഞ്ഞ് 2 പേരും അവിടെ നിന്ന് പോകും. സിംഹരാജാവ് ആലോചനയിലായി. എന്റെ സുഹൃത്തുക്കളായ ചുന്നുവും ചമേലി എങ്ങോട്ടാ പോയതെന്ന് അറിയില്ലല്ലോ.
അവരെ ഉടൻ തന്നെ കണ്ടുപിടിച്ചേ മതിയാവൂ. കൂട്ടുകാരെ തപ്പി സിംഹരാജാവ് കാട്ടിൽ നിന്നും പുറത്തേക്ക് വരും. ചുന്നു, ചമേലി! സിംഹരാജാവ് രണ്ടുപേരെയും തപ്പുകയായിരുന്നു. അവന്റെ മുമ്പിലേക്ക് 3 ചെന്നായ്ക്കളും 2 പരുന്തുകളും വരും. അല്ല, ഇത് സിംഹരാജനല്ലേ? വരൂ, ഇന്ന് നമുക്ക് ഇദ്ദേഹത്തെ തന്നെ ഇരയാക്കാം. അതെ അതെ, രാജാവിനെ കൊന്നു കഴിഞ്ഞാൽ ഈ കാട് മുഴുവൻ നമ്മൾ പ്രശസ്തരാവും. എനിക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണ് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണ് കഴിക്കാൻ വേണ്ടി പോവുക. അതെ, അവൻ ഓടും. അതിനു മുമ്പേ അവനെ ഓടിച്ചെന്ന് പിടിക്കേ. എല്ലാരും കൂടെ ചേർന്ന് സിംഹരാജാവിനെ വട്ടം ചുറ്റും. ആരെ അന്വേഷിക്കുന്ന സിംഹരാജൻ? നിങ്ങൾ അന്വേഷിക്കുന്നത് ഇവിടെ തന്നെയുണ്ട്. നോക്ക്, എന്നെ പോവാൻ അനുവദിക്കേ. ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സിംഹരാജൻ. ധൈര്യമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വന്ന് എന്നോട് പൊരുത്. ഞങ്ങൾ ചെന്നായ്ക്കളാണ്, മറന്നുപോയോ? അതുകൊണ്ട് കൂട്ടം കൂടി ആക്രമിക്കുന്നതാണ് ഞങ്ങളുടെ രീതി. എന്തിനാ നോക്കി നിൽക്കുന്നേ? പോയി ആക്രമിക്കേ. എല്ലാരും കൂടെ ചേർന്ന് സിംഹരാജാവിനെ പരിക്കേൽപ്പിക്കും. സിംഹരാജൻ, ഇപ്പൊ നിങ്ങളുടെ കഥ തീരും. എല്ലാരും കൂടെ ചേർന്ന് സിംഹരാജാവിനെ കൊല്ലാനായിട്ട് വരും. അപ്പോഴേക്കും അവിടെ ചുന്നും ചമേലിയും എത്തും. നിൽക്കൂ, ഞങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ ഞങ്ങളെ കൊല്ലുവോ ആടെ? സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ആട് ചെന്നായെ കൊന്നതായിട്ട്? ഇല്ല. എന്നാലെന്താ, നീ ഇത് കേട്ടിട്ടുണ്ടാവുമല്ലോ, ഞങ്ങൾ ലങ്ക കത്തിച്ചു എന്നുള്ളത്. ഞങ്ങൾ രാവണനോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്കെന്ത് തേങ്ങയുള്ളത്? സ്വന്തം കൂട്ടുകാരെ കണ്ടു കഴിയുമ്പോൾ സിംഹരാജാവിന് സന്തോഷമായി. ചിന്നു, ചമേലി, നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കണ്ടില്ലേ സിംഹരാജൻ, ഞങ്ങൾ പറഞ്ഞതല്ലേ ഈ പരുന്തും ചെന്നായൊന്നും നമ്മുടെ സുഹൃത്തുക്കളല്ലെന്ന്. ഇവന്മാര് ചതിയന്മാരാണ്. ഇവർക്ക് ചതി എന്നല്ലാതെ വേറൊന്നും അറിയില്ല. ഒന്ന് നിന്നേ, ഈ ഡയലോഗ് അടിയൊക്കെ ഇപ്പം നിന്നോളും. കാരണം കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾ 3 ചാവാൻ പോവുക. അതെ, കുറച്ച് സമയത്തിനുള്ളിൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിങ്ങളെ 3 പേരെയും കൊത്തി കൊത്തി തിന്നും. കൂട്ടരെ, ആക്രമിക്ക. അങ്ങനെ പരുന്തും ചെന്നായും കൂടെ സിംഹരാജാവിനെ ആക്രമിക്കാൻ വരുമ്പോ അപ്പോഴേക്ക് സിംഹരാജാവിന്റെ പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കും. കൂട്ടരെ, സിംഹരാജനെയും സുഹൃത്തുക്കളെയും ആരെങ്കിലും ആക്രമിച്ചാൽ എൻ്റെ തനി സ്വഭാവം നിങ്ങളറിയും. ഞങ്ങൾ നിങ്ങളെ ആക്രമിച്ചാൽ പിന്നെ ആർക്കും ഞങ്ങളെ തടയാൻ പറ്റില്ല, മനസ്സിലായോ? ഷേർസിംഗ് ഒന്ന് നോക്കും. ഇത് അതേ ചെന്നായും പരുന്തും തന്നെയല്ലേ? അവൻ അവരുടെ ജീവൻ രക്ഷിച്ചതാണ്. കണ്ടില്ലേ ആടെ, നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരൻ നമുക്ക് തിരിച്ചു തരും. അതെ, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ചെന്നായ നമ്മളെ രക്ഷിക്കുമെന്ന്. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് കരുതരുത് സുഹൃത്തുക്കളെ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. നീ ഞങ്ങളുടെ വർഗമായിട്ടും ഇവരുടെ കൂടെയാണോ നിൽക്കുന്നത്? അല്ല പരുന്തേ, നീയും അവരുടെ കൂടെയാണോ നിൽക്കുന്നത്? സിംഹരാജൻ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചിരിക്കുക. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയിരിക്കുക. ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ കൊടുത്തും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കും. പക്ഷേ ഇത് ഞങ്ങൾ ചെന്നായ്ക്കളുടെ ധർമ്മത്തിന് ചേർന്നതല്ല. നീ ഞങ്ങളെ ധർമ്മം പഠിപ്പിക്കുകയാണോ? സിംഹരാജൻ്റെ അച്ഛനെ കൊന്നത് ചെന്നായ്ക്കൾ തന്നെയല്ലേ? എന്നിട്ടും അദ്ദേഹം എൻ്റെ ജീവൻ രക്ഷിച്ചു. ഇതിലും വലിയ ധർമ്മം എന്താ ഉള്ളത്? നിന്നെപ്പോലുള്ള ചെന്നായ്ക്കളും ഈ പരുന്തുകളും കാരണം എല്ലാ ചെന്നായ്ക്കളുടെയും പരുന്തുകളുടെയും പേര് നശിച്ചിരിക്കുക. ചെന്നായുടെ ഈ കാര്യം കേട്ട് ദുഷ്ടനായ ചെന്നായി പറഞ്ഞു, നിങ്ങളുടെ 2 പേരുടെയും വിശ്വസ്തത കണ്ടിട്ട് ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു. ഇന്ന് നിങ്ങൾ 2 പേരും ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ചു. നിങ്ങളുടെ ജീവൻ രക്ഷിച്ച സിംഹരാജനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് നരകമല്ലാതെ വേറെ ഒന്നും കിട്ടില്ല. ഞങ്ങളോട് ക്ഷമിക്കണം സിംഹരാജൻ. ദുഷ്ടന്മാരായ ചെന്നായും പരുന്തിന്റെ മനസ്സ് മാറിയപ്പോ സിംഹരാജാവിന് സന്തോഷമായി. ഇന്ന് വരെ ഞങ്ങൾ കാട്ടിൽ തിന്നു നടക്കുന്നവരായിരുന്നു. എന്നാൽ ഇന്നു മുതൽ ഞങ്ങൾ കാട്ടിൽ സംരക്ഷകരായിരിക്കും. കണ്ടില്ലേ കുരങ്ങ, സ്നേഹം കൊണ്ട് ലോകം വരെ കീഴടക്കാം. ആക്രമണത്തിന് പകരം ആക്രമണം ഒരിക്കലും ഉണ്ടാവരുത്. അതെ, ഇന്നത് മനസ്സിലായി. ക്ഷമിക്കാൻ കഴിവുള്ളവർ മഹാന്മാരാണെന്ന്. സിംഹരാജാവ് ഞങ്ങളോട് ക്ഷമിക്കണം. തീർച്ചയായും ഞാൻ നിങ്ങളോടെല്ലാം ക്ഷമിക്കുന്നതാണ്. ഇന്നു മുതൽ നമ്മൾ സുഹൃത്തുക്കളായി തന്നെ ജീവിക്കുന്നതാണ്. നമ്മൾ ഒരിക്കലും പരസ്പരം പിരിയുകയില്ല. ഞങ്ങൾക്ക് സമ്മതമാണ്. സിംഹരാജാവിന്റെ മനസ്സ് കണ്ട് എല്ലാരും ഞെട്ടിപ്പോയി. അങ്ങനെ എല്ലാവരും കൂട്ടുകാരായി മാറി. സന്തോഷത്തോടെ ആ കാട്ടിൽ എല്ലാവരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. 5 വർഷമായി കാട് വരൾച്ചയിലായിരുന്നു. ഷേർസിംഗ് ഇതൊക്കെ കണ്ട് വളരെ അസ്വസ്ഥനായിരുന്നു. എല്ലാ മൃഗങ്ങളും വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞു. മഹാരാജാവേ, അങ്ങയുടെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞു തരാം. കാട്ടിൽ മഴ പെയ്യിപ്പിക്കാനായിട്ട് നീ പറയുന്നതെല്ലാം ഞാൻ ചെയ്തോളാം.
നമുക്കൊരു സന്യാസിയുടെ അടുത്തേക്ക് പോകേണ്ടി വരും. മഴ പെയ്യിക്കുവാനുള്ള വിദ്യ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും. ശരി, എന്നാ നമുക്ക് ഇന്ന് തന്നെ സന്യാസിയുടെ അടുത്തേക്ക് ചെല്ലാം. സ്വാമി, കാട് മുഴുവൻ വരണ്ടിരിക്കുകയാണ്. എല്ലാ നദികളും തടാകങ്ങളും വറ്റി വരണ്ടു. മൃഗങ്ങൾ ഓരോന്നായി മരിച്ചു വീഴുകയാണ്. ഒരു പരിഹാരം പറഞ്ഞു തരണം സ്വാമി. നിങ്ങളുടെ കാടിന്റെ രക്ഷ ഒരു ഗർഭവതിയായ ആട്ടിൻകുട്ടിയിലാണ്. കാടിന്റെ രക്ഷ ആട്ടിൻകുട്ടിയുടെ കയ്യിലോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു തരാം. ചമ്പ എന്നു പേരുള്ള ഗർഭിണിയായ ആട്ടിൻകുട്ടി എന്നാണോ പാകിസ്ഥാനിലെ പുണ്യനദിയിൽ ചെന്ന് സ്നാനം ചെയ്യുന്നത്, അന്ന് നിങ്ങളുടെ കാടിന് മഴ ലഭിക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾ എങ്ങനെയാണ് ആട്ടിൻകുട്ടിയെ കണ്ടുപിടിക്കുക? പാകിസ്ഥാനിന് സമീപമുള്ള ഒരു കാട്ടിലാണ് ചെമ്പ താമസിക്കുന്നത്. അവിടെ ചെന്ന് കണ്ടുപിടിക്കണം. ഷേർസിംഗ് തന്റെ കൂട്ടുകാരുമായി ചെമ്പയെ കണ്ടുപിടിക്കാനായി പാകിസ്ഥാനിലേക്ക് പുറപ്പെട്ടു. മഹാരാജാവേ, അങ്ങോട്ട് നോക്കിക്കേ. ആ കാണുന്നതാണ് പാകിസ്ഥാൻ. ആ, നദിയുടെ അപ്പുറത്ത് കാണുന്നതാണ് പാകിസ്ഥാൻ. സ്വാമി പറഞ്ഞത് പാകിസ്ഥാന് തൊട്ടടുത്തുള്ള കാട്ടിലാണ് ചെമ്പയെന്നല്ലേ? ഇതിനർത്ഥം ചെമ്പ ഇതിനകത്ത് ഉണ്ടാവുന്നല്ലേ? അതെ, നമുക്ക് പോയി കണ്ടുപിടിക്കാം. എല്ലാവരും ചേർന്ന് ചെമ്പയെ അന്വേഷിക്കുന്നു. അവരുടെ മുൻപിലേക്ക് ചെമ്പൈ വന്നുപെടുന്നു. നിന്റെ പേര് ചെമ്പയെന്നാണോ? അതെ, പക്ഷെ നിങ്ങളൊക്കെ ആരാ? എന്റെ പേര് ഷേർസിംഗ് എന്നാണ്. ഞാൻ ഗീറിലെ വനത്തിൽ നിന്ന് നിന്നെ തേടി വന്നതാണ്. ഞങ്ങളുടെ കാട്ടിലാകെ വരൾച്ചയാണ്. സ്വാമി പറഞ്ഞത് കാട്ടിൽ മഴ പെയ്യിക്കാൻ നിന്നെക്കൊണ്ട് പറ്റുമെന്നാണ്. എന്റെ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായി ഞാൻ നിന്നെ സഹായിച്ചേനെ. ഇതിനർത്ഥം നിനക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ലെന്നാണോ? പിന്നെ നിന്റെ ഭർത്താവ് എവിടെയാണ്? എന്റെ ഭർത്താവ് നല്ലൊരു മാന്ത്രികനായിരുന്നു. അദ്ദേഹം ശക്തിശാലിയുമായിരുന്നു. ഒരു ദിവസം രാക്ഷസന്മാർ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ഓ, അപ്പോ അദ്ദേഹം നിനക്ക് ആ ശക്തിയൊന്നും പറഞ്ഞു തന്നില്ലേ? അദ്ദേഹത്തിന്റെ കുഞ്ഞ് എന്റെ ഉദരത്തിലുണ്ട്. ആ കുഞ്ഞ് ജനിക്കുന്ന ദിവസം എന്റെ ഭർത്താവിന്റെ മാന്ത്രിക ശക്തികൾ മുഴുവൻ തിരിച്ച് എന്നിലേക്കും വരും. ആ, സ്വാമി ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ മന്ത്രശക്തി നിനക്ക് എപ്പോഴാണ് കിട്ടുകയെന്ന് വെച്ചാൽ നീ പാകിസ്ഥാനിലെ ആ പുണ്യനദിയിൽ ചെന്ന് സ്നാനം ചെയ്താൽ മാത്രമാണ്. അതെനിക്കറിയാം. പക്ഷെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? അത് എന്നോട് പറയൂ. ഞങ്ങളുടെ കാട്ടിൽ വരൾച്ചയാണ്. അവിടെ മഴ കിട്ടണമെങ്കിൽ നീ പാകിസ്ഥാനിലെ ആ പുണ്യനദിയിൽ ചെന്ന് സ്നാനം ചെയ്യണം. ഞാൻ പാകിസ്ഥാനിൽ കുളിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ കാട്ടിൽ മഴ വരുമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂടെ വരാൻ ഞാൻ തയ്യാറാണ്. ആ, ഇതിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാവും. നിനക്ക് നിന്റെ മാന്ത്രിക ശക്തിയും കിട്ടും. ശരി, എങ്കിൽ നാളെ രാവിലെ നമുക്ക് പാകിസ്ഥാനിലേക്ക് തിരിക്കാം. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും സന്തോഷവാന്മാരാവും. യാത്രയ്ക്ക് തയ്യാറെടുത്തോളൂ. നാളെ രാവിലെ നമ്മൾ എല്ലാവരും പാകിസ്ഥാനിലേക്ക് പുറപ്പെടും. അടുത്ത ദിവസം രാവിലെ ഷേർസിംഗും ചെമ്പയും മറ്റു മൃഗങ്ങളും ചേർന്ന് പാകിസ്ഥാനിലെ കാട്ടിലേക്ക് പുറപ്പെടാൻ ആരംഭിച്ചു. കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ തന്നെ അവരെല്ലാവരും നദീതീരത്തെത്തി. നദീതീരത്ത് ഷേർസിംഗിന്റെ പാദം സ്പർശിച്ചപ്പോൾ തന്നെ നദിയിൽ നിന്ന് ഒരു രാക്ഷസൻ പ്രത്യക്ഷപ്പെട്ടു. വെഡ്ഡി മൃഗങ്ങളെ, നിങ്ങൾക്ക് ഈ നദി മറികടക്കാൻ പറ്റില്ല. ആരെങ്കിലും ഈ നദി മറികടക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഞാൻ അവന്റെ കഥ കഴിക്കും. രാക്ഷസന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും പേടിക്കുന്നു. അതേസമയം ചെമ്പൈ അവനോട് പറയുന്നു, ഹേ അസുര രാജാവേ, താങ്കൾക്ക് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ മാന്ത്രികൻ മംഗളിന്റെ ഭാര്യയാണ്. എന്ത്? നീ മാന്ത്രികൻ മംഗളിന്റെ ഭാര്യയാണോ? അതെ അസുര രാജാവേ. പക്ഷെ നീ എന്തിനാണ് പാകിസ്ഥാനിലേക്ക് പോകുന്നത്? പാകിസ്ഥാനിലെ ഒരു തടാകത്തിൽ ഞാൻ കുളിക്കുന്നത് കൊണ്ട് എന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന് തീർച്ചയായും മാന്ത്രിക ശക്തി ലഭിക്കും. അതെനിക്ക് ഉറപ്പാണ്. പിന്നെ എന്റെ കാടിന് മഴയും ലഭിക്കും. എന്റെ കാട് കുറെ വർഷങ്ങളായി വരൾച്ചയിൽപ്പെട്ട് കിടക്കുകയാണ്. നിങ്ങൾ എല്ലാവരും നന്മയുടെ കാര്യത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ തടയുന്നില്ല. പോയിക്കോ. ചെമ്പയുടെ കൂടെ എല്ലാവരും ചേർന്ന് നദി നീന്തി കടക്കുന്നു. കുറച്ചു നേരം കൊണ്ടുതന്നെ അവർ പാകിസ്ഥാനിലെ കാട്ടിലേക്ക് എത്തിച്ചേരുന്നു. നോക്ക്, ഇപ്പൊ നമ്മളെല്ലാവരും പാകിസ്ഥാനിൽ എത്തിക്കഴിഞ്ഞു. ഇനി മുതൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ആ, നമുക്കെല്ലാവർക്കും എത്രയും വേഗം ആ തടാകത്തിലേക്ക് എത്തണം. അതിൽ കുളിച്ചിട്ട് വേണം എനിക്ക് ശക്തികൾ ലഭിക്കുവാനും നിങ്ങളുടെ കാട്ടിൽ മഴ പെയ്യുവാനും. അവിടെ പാകിസ്ഥാനിലെ രാജാവ് ഷേർഖാൻ വളരെയധികം ആശയക്കുഴപ്പത്തിലായിരുന്നു. മഹാരാജാവേ, കഴിഞ്ഞ 5 വർഷമായി നമ്മുടെ കാട്ടിൽ മഴ പെയ്തിട്ടില്ല. അത് കാരണം മൃഗങ്ങളെല്ലാം മരിച്ചു വീഴുകയാണ്. ഇങ്ങനെ എത്ര കാലം നമ്മുടെ സഹോദരങ്ങൾ മരിച്ചു വീഴുന്നത് നമ്മൾ നോക്കി നിൽക്കും? ഇൻഷാ അല്ലാ, ഇതിനുള്ള പരിഹാരം നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇതിനിടയിൽ ഒരു പരുന്ത് അവിടേക്ക് പറന്നു വന്ന് പറയുന്നു, എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കൂ. ഞാൻ ഭാരതത്തിലെ മൃഗങ്ങൾ നമ്മുടെ അതിർത്തി കടക്കുന്നത് കണ്ടുകൊണ്ടാണ് വരുന്നത്. എന്താ, അവരുടെ കൂടെ ഒരു ആട്ടിൻകുട്ടിയുണ്ടോ? അതെ, ഉണ്ട് രാജാവേ. ഞാൻ അവരെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പരുന്ത് പറയുന്നത് കേട്ട് ഷേർഖാൻ പരിഭ്രമിച്ചില്ല. മറിച്ച് വളരെ ശബ്ദത്തിൽ അട്ടഹസിക്കുകയായിരുന്നു. അത് കണ്ടിട്ട് ചെന്നായ ചോദിച്ചു, മാപ്പാക്കണം ജനാബ്, അങ്ങ് അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. പണ്ട് എന്നോട് ഒരു പുരോഹിതൻ പറഞ്ഞിരുന്നു,
ബാബ, ഞങ്ങളുടെ കാട്ടിൽ കുറെ വർഷങ്ങളായിട്ട് മഴയില്ല. മഴ പെയ്യിക്കാനായി ഒരു വഴി പറഞ്ഞു തരുമോ ബാബ? നിന്റെ കാട്ടിൽ മഴ പെയ്യിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. നിനക്കത് ചെയ്യാൻ സാധിക്കുമോ? എന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ബാബ. ശരി, എന്നാ കേട്ടുകൊള്ളൂ. ഭാരതത്തിലെ കാട്ടിൽ മാന്ത്രികൻ മംഗളിന്റെ ഭാര്യ ചമ്പ ഗർഭിണിയാണ്. നീ എങ്ങനെയെങ്കിലും അവളെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുവന്ന് ആ പുണ്യനദിയിൽ സ്നാനം ചെയ്യിച്ചാൽ നിന്റെ കാട്ടിൽ ഇഷ്ടം പോലെ മഴ ലഭിക്കുന്നതാണ്. ആ ആട് അവളുടെ ഇഷ്ടത്തിനല്ല, മറിച്ച് നമ്മുടെ ഇഷ്ടത്തിനാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ പറയുന്നത് എന്താണോ നിങ്ങൾ അതുമാത്രം ചെയ്താൽ മതി. പിന്നീട് ഷേർഖാൻ എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങൾ ഭാരതത്തിലെ മൃഗങ്ങളെ വരവേൽക്കണമെന്ന്. മഹാരാജാവേ, ശത്രുരാജ്യത്തിലെ മൃഗങ്ങളെ നമ്മൾ എന്തിനാണ് വരവേൽക്കുന്നത്? ഇത് സ്വാഗതമല്ല, മറിച്ച് കെണിയാണ്. കുറച്ചു നേരത്തിന് ശേഷം ഭാരതത്തിലെയും പാകിസ്ഥാനിലെയും മൃഗങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നു. പാകിസ്ഥാനിലെ മൃഗങ്ങൾ അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ സ്വീകരിക്കുമെന്ന്. എന്നാ പറയൂ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്തിനാണ് പാകിസ്ഥാനിലേക്ക് വന്നത്? എത്രയും പെട്ടെന്ന് തടാകം കണ്ടെത്തണം, എന്നിട്ട് വേണം എനിക്കതിൽ കുളിക്കാൻ. ചമ്പ ആ നദിയിൽ കുളിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കാട്ടിൽ മഴ ലഭിക്കുന്നതാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇത്രേ ഉള്ളോ കാര്യം? വരൂ, നമുക്ക് നദിയിലേക്ക് പോകാം. പിന്നെ ഷേർഖാൻ എല്ലാവരെയും കൂട്ടി നദിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെമ്പയും മറ്റു മൃഗങ്ങളും ചേർന്ന് കുളിക്കുന്നു. പുണ്യ നദിയിൽ സ്നാനം ചെയ്തപ്പോൾ ആടിന്റെ ശരീരത്തിൽ മാന്ത്രിക ശക്തി ലഭിക്കുന്നു. ചെമ്പൈ പുണ്യ നദിയിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ അവൾ കുഞ്ഞിന് ജന്മം കൊടുക്കുകയുണ്ടായി. ഇത് കണ്ടിട്ട് ആടിനേക്കാൾ സന്തോഷം ഷേർഖാനാണ്. ഓ, അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും എന്റെ ആശംസകൾ. നോക്കൂ, എന്നെ അമരനാക്കാനുള്ള കുട്ടി പാകിസ്ഥാനിൽ ഇതാ ജനിച്ചു കഴിഞ്ഞു. ഷേർഖാനിൽ നിന്നും ഈ വാക്കുകൾ കേട്ട് എല്ലാവരും അത്ഭുതപ്പെടുന്നു. താങ്കളെ അമരനാക്കാനുള്ള ആൾ ജനിച്ചു കഴിഞ്ഞു എന്നോ? അതിന്റെ അർത്ഥം എന്താണ്? എന്നോടൊരു മുസ്ലിം പുരോഹിതൻ പറഞ്ഞിരുന്നു, ഭാരതത്തിലെ ചമ്പ എന്ന ആട്ടിൻകുട്ടി പ്രസവിക്കുന്ന കുഞ്ഞ് ഞാൻ ഭക്ഷിക്കുകയാണെങ്കിൽ ഞാൻ അമരനായി തീരുമെന്ന്. പക്ഷെ ഞങ്ങളോട് ഞങ്ങളുടെ സ്വാമി പറഞ്ഞത് ചമ്പ പാകിസ്ഥാനിലെ പുണ്യനദിയിൽ സ്നാനം ചെയ്താൽ ഞങ്ങളുടെ കാട്ടിൽ മഴ ലഭിക്കുമെന്നാണ്. നിങ്ങൾ ഭാരതത്തിലെ ആൾക്കാർ വളരെ നിഷ്കളങ്കരാണ്. എന്നുവെച്ചാ? നീ ചെന്ന് കണ്ട ആ സ്വാമിയുണ്ടല്ലോ, ആ സ്വാമിയുടെ അടുത്തേക്ക് കുറുക്കനല്ലേ നിന്നെ കൊണ്ടുപോയത്? ആ, നീ സിംഹമായിട്ടും ഇത്ര വിട്ടിയായി പോയല്ലോ ഷേർ സിംഗ്. ഇവളെ ഞാൻ എന്നെ കാശ് കൊടുത്ത് വാങ്ങിയതാ. ഇവള് ഞാൻ പറഞ്ഞത് കൊണ്ടാണ് നിന്നെ സ്വാമിജിയുടെ അടുത്ത് കൊണ്ടുപോയത്. അപ്പോ നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? മാപ്പ് തന്നാലും സിംഹരാജാവേ, പക്ഷെ ഷേർഖാൻ ഈ കാട്ടിലെ അമരനായാൽ ഉടൻ തന്നെ എന്നെ ഇവിടുത്തെ മന്ത്രിയാക്കാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്നോട് എന്താ പറഞ്ഞെന്നോ? യുദ്ധത്തിൽ എന്ത് തന്ത്രം വേണമെങ്കിലും പ്രയോഗിക്കാമെന്ന്. അപ്പോഴാ സ്വാമിയോ? അതും ഞാൻ അയച്ച പാകിസ്ഥാനിലെ ബാബ തന്നെയായിരുന്നു. പക്ഷെ നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? ചിരഞ്ജീവി ആവാൻ വേണ്ടി. നിന്റെ കുഞ്ഞിനെ ഭക്ഷിക്കുന്നതോടെ ഞാൻ അമരനായി തീരും. ഷേർഖാൻ ആട്ടിൻകുട്ടിയെ ഭക്ഷിക്കാനായി മുൻപോട്ട് വന്നപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു സ്വാമിജി പ്രത്യക്ഷപ്പെടുന്നു. നിൽക്കൂ ഷേർ സിംഗ്, കഥയിൽ ഇനിയും ട്വിസ്റ്റ് ബാക്കിയുണ്ട്. സ്വാമിജിയെ അവിടെ കണ്ടപ്പോൾ ഭാരതത്തിലെ മൃഗങ്ങളെല്ലാം സന്തോഷവാന്മാരാവുന്നു. നീ അയച്ച മുസ്ലിം പുരോഹിതൻ അവിടെ വേഷം മാറി വന്നിരുന്നുവെങ്കിലും ഞാൻ നേരത്തെ തന്നെ അവനെ മനസ്സിലാക്കിയിരുന്നു. പിന്നെ ഞാനും സ്വാമിജിയും കൂടി അവനെ ബന്ധിച്ച് തടവിലാക്കി വെക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഗൂഢാലോചനയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ അറിയാമായിരുന്നോ? അതേ ചതിയെത്തി, ഞാൻ രാജാവാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നിന്റെ കാര്യം ഞാൻ ശ്രദ്ധിക്കാതിരിക്കുമോ? പിന്നെ സ്വാമിജി ഷേർഖാനോട് രഹസ്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഈ പുണ്യനദിയിൽ സ്നാനം ചെയ്താൽ ഞങ്ങളുടെ കാട്ടിൽ മഴ ലഭിക്കുമായിരുന്നു. ഞാൻ കുളിച്ചതിനു ശേഷം എന്റെ ഭർത്താവിന്റെ മാന്ത്രിക ശക്തികളെല്ലാം എന്നിലേക്ക് വന്നു ചേർന്നു. ഇപ്പൊ ഞാൻ ശക്തിശാലിയാണ്. ഇനി മുതൽ നീ അത്ഭുത ശക്തി കാരണം ചമ്പയെയും അവളുടെ കുട്ടിയെയും നിനക്ക് തൊടാൻ സാധിക്കില്ല. എന്റെ രാജ്യത്ത് വന്ന് എന്നെ തന്നെ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾ ഭാരതീയർ എവിടെ ചെന്നാലും ഞങ്ങളുടെ രീതി ഇത് തന്നെയായിരിക്കും. എന്നെ അമരനാവുന്നതിൽ നിന്ന് ആർക്കും തടയാൻ പറ്റില്ല. ഞാൻ ഇപ്പം തന്നെ ഈ ആട്ടിൻകുട്ടിയെ ഭക്ഷിക്കും. ഷേർഖാൻ ആട്ടിൻകുട്ടിയെ ഭക്ഷിക്കാനായി മുൻപോട്ട് ചെന്നപ്പോൾ ചെമ്പൈ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് അത് നേരിടുന്നു. ഷേർഖാന്റെ വിധി നടപ്പിലായി കഴിഞ്ഞു. ഇനി ഈ രാജ്യദ്രോഹി നമ്മൾ എന്ത് ചെയ്യണം? എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ ഇവളെ ഭക്ഷിച്ച് അവൾക്കുള്ള ശിക്ഷ നൽകുന്നതാണ്. എന്നോട് ക്ഷമിക്കണം മഹാരാജാവേ, എനിക്ക് ശരിക്കും തെറ്റുപറ്റി. എനിക്ക് മാപ്പ് തന്നാലോ? തെറ്റ് ചെയ്യുന്നവന് മാപ്പ് നൽകുന്നതാണ് വലിയ മഹത്വം ഷേർ സിംഗ്. അവളോട് നീ ക്ഷമിച്ചേക്ക്. സ്വാമിജി പറഞ്ഞതനുസരിച്ച് ഷേർ സിംഗ് അവളോട് ക്ഷമിച്ച് അവളെ വെറുതെ വിടുന്നു. പിന്നീട് എല്ലാവരും തിരിച്ചവരുടെ കാട്ടിലേക്ക് പോകുന്നു.
അവർ കാട്ടിലെത്തിയ ഉടനെ തന്നെ മഴ പെയ്യാൻ തുടങ്ങുന്നു. ചമ്പ, നിന്നെ കൊണ്ടാണ് കാട്ടിലെ സന്തോഷം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു നീ ഞങ്ങളുടെ കൂടെ കാട്ടിൽ തന്നെ താമസിക്കണമെന്ന്. ഷേർസിംഗിന്റെ വാക്കുകൾ കേട്ട് ചെമ്പൈ അവരോടൊപ്പം കാട്ടിൽ താമസിക്കാൻ തുടങ്ങുന്നു. പിന്നീട് എല്ലാ മൃഗങ്ങളും ചേർന്ന് സന്തോഷമായി ആ കാട്ടിൽ ജീവിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.